ഞാൻ 2023 5 മെമ്മോയ്സ് ആണ് വായിച്ചത്. അതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായ 3 ബുക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. 3 വ്യത്യസ്തമായ ഇൻസ്പിറേഷണൽ റിയൽ ലൈഫ് സ്റ്റോറീസ് ആണ് ഈ ഓരോ ബുക്സിലും ഉള്ളത്. എന്റെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ ഈ 3 ബുക്സും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇൻസ്പിറേഷൻ ഈ ബുക്സിൽ നിന്നും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ട്രൈ ടു റീഡ് ദീസ് ബുക്സ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു അ ലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഈ 3 ബുക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് സമ്മറി, പിന്നെ ഞാൻ ഈ ബുക്സിലൂടെ മനസ്സിലാക്കിയ ലൈഫ് ലെസൺസ്, ഇതെല്ലാമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ബുക്ക് നമ്പർ 1, ഷൂ ഡോഗ് ബൈ ഫിൽ നൈറ്റ്. ഇത് നൈക്കിയുടെ ഫൗണ്ടറായ ഫിൽ നൈറ്റിന്റെ മെമ്മോയർ ആണ്. ആക്ച്വലി എനിക്കിത് ഒരു ത്രില്ലർ നോവൽ പോലെയാണ് തോന്നിയത്. ഈ ബുക്ക് ഒരു അൺസ്റ്റോപ്പബിൾ റീഡ് ആണ് എന്ന് തന്നെ പറയാം. കോളേജ് ടൈമിലെ ഒരു ക്രേസി ഐഡിയനെ എങ്ങനെയാണ് ഫിൽ നൈറ്റ് ഒരു വലിയ ബ്രാൻഡ് ആക്കി മാറ്റിയത് എന്ന റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ ബുക്കിൽ ഉള്ളത്. കോളേജ് കഴിഞ്ഞാൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് ലൈഫ് സെറ്റിൽ ചെയ്യാനായിട്ട് നോക്കുന്ന കാലഘട്ടം 1960s. ബിസിനസ് എന്ന് കേട്ടാൽ തന്നെ ആളുകൾ മടിച്ചിരുന്നു. ആ സമയത്താണ് ഫിൽ നൈറ്റ് ക്രേസി ഐഡിയ എന്ന് എല്ലാവരും പറഞ്ഞിരുന്ന സ്പോർട്സ് ഷൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്റെ അച്ഛനോട് പറയുന്നത്. ഇതൊക്കെ വല്ല നടക്കോ എന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്ത അച്ഛനെ ഒരുവിധമൊക്കെ കൺവിൻസ് ചെയ്ത് കയ്യിൽ തീരെ കാശില്ലാതെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശൊക്കെ വാങ്ങിച്ച് ആള് ജപ്പാൻ വിസിറ്റ് ചെയ്യാനായിട്ട് പോകും. അവിടുന്ന് ഷൂ ഇമ്പോർട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ. അവിടെ പോയി അവിടുത്തെ ബിസിനസ് കൾച്ചറൊക്കെ മനസ്സിലാക്കി ഒരു വലിയ കമ്പനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഓരോ വർഷം കഴിയും തോറും എങ്ങനെയൊക്കെയാണ് വളർന്നത്, എന്തൊക്കെ ഹഡിൽസ് ആണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് എന്നെല്ലാമാണ് ഈ ബുക്കിൽ ഉള്ളത്. നമ്മുടെ ലൈഫിലെ വലിയൊരു ഡെസിഷൻ ആണല്ലേ കരിയർ. ഏത് കരിയർ പാത്ത് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്? എല്ലാവരും ഇത് ചെയ്താൽ സക്സസ് ആകില്ല എന്ന് പറയുന്നു. പക്ഷെ എനിക്കിത് ചെയ്യാനാണ് ഇഷ്ടം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കണോ അതോ എന്റെ മനസ്സ് പറയുന്നത് കേട്ട് റിസ്ക് എടുക്കണോ എന്നൊക്കെ നിറയെ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും നിറഞ്ഞ നമ്മുടെ 20s or 30s ഈ ബുക്ക് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുറെ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട്. ഇനി ഈ ബുക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ലെസൺസ് എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാം. നമ്പർ 1, മറ്റുള്ളവർ ക്രേസി ഐഡിയ ആണെന്ന് പറഞ്ഞാലും ഇഫ് യു ഹാവ് ട്രസ്റ്റ് ഇൻ യുവർ ഐഡിയ ദെൻ ഗോ ഫോർ ഇറ്റ്. നമ്പർ 2, എല്ലാം പക്കയാക്കി പ്ലാൻ ഇട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ സമയം കളയാതെ സ്റ്റാർട്ട് വിത്ത് കോൺഫിഡൻസ് ആൻഡ് വർക്ക് ഫോർ ഇറ്റ്. നമ്പർ 3, ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ പാഷനുമായിട്ട് അലൈൻഡ് ആവുന്ന രീതിയിൽ ഒരു പാത്ത് തന്നെ ചൂസ് ചെയ്യുക. അപ്പോഴേ നല്ലൊരു ഗ്രോത്തും സക്സസും പിന്നെ ലൈഫ് സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവുള്ളൂ. ബുക്ക് നമ്പർ 2, വെൻ ബ്രെത്ത് ബിക്കംസ് എയർ ബൈ പോൾ കലാനിധി. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു മെമ്മോയർ ആണ് വെൻ ബ്രെത്ത് ബിക്കംസ് എയർ. ഇത് പോൾ കലാനിധി എന്ന ഒരു ന്യൂറോ സർജന്റെ കഥയാണ്. കുറെ വർഷങ്ങളെടുത്തുള്ള മെഡിക്കൽ പഠനവും ഒരു ന്യൂറോ സർജനായി റെസിഡൻസി ചെയ്ത് ജീവിതത്തിന്റെ ഒരു വലിയ നാഴികക്കല്ല് കടന്നു എന്നിരിക്കുമ്പോഴാണ് പോൾ കലാനിധി തനിക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. 2 പാർട്ടുള്ള ഈ ബുക്കിൽ ഫസ്റ്റ് പാർട്ട് തന്റെ മെഡിക്കൽ പഠനവും റെസിഡൻസി ചെയ്യുന്ന സമയത്തെ കുറെ ഇൻസിഡൻസ് ഒക്കെയാണ് പോൾ കലാനിധി ഷെയർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ താൻ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന അതേ ഹോസ്പിറ്റലിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയി പോകേണ്ടി വന്ന എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ടിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവരുടെ ബിസി ലൈഫ്, ഡോക്ടേഴ്സ് എസ്പെഷ്യലി ന്യൂറോ സർജൻ ഒരു സർജറി ചെയ്യുമ്പോൾ 1 മില്ലിമീറ്ററിന്റെ ഡിഫറൻസ് വരുത്തി വെക്കാവുന്ന ആഫ്റ്റർ എഫക്ട്സ്, ഇതെല്ലാം പല പേഷ്യൻസിന്റെ കേസസിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ഇതൊക്കെ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് സെക്കൻഡ് പാർട്ട് എത്തുമ്പോൾ ഫുൾ ഇമോഷണൽ ആവും. 6 ദിവസം മുമ്പ് തൊട്ടപ്പുറത്തെ റൂമിൽ സർജറി ചെയ്തിരുന്ന ഡോക്ടർ ഇന്ന് അടുത്ത റൂമിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് സ്വന്തം ബെഡിൽ നിന്ന് എണ്ണിക്കാൻ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരുന്ന ആ അവസ്ഥയെക്കുറിച്ച് എഴുതിയ വരികളൊക്കെ വായിച്ചപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഡെത്ത് ഇസ് ഇന്നവിറ്റബിൾ. തന്റെ മരണം മുന്നിൽ കണ്ട പോൾ കലാനിധി അതിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? അതാണ് ഈ ബുക്കിന്റെ മെസ്സേജ്. മരണം അടുക്കാറായി, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ ഒരു ഓഥർ ആകണം എന്നുള്ള തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ജോലികളിലൊക്കെ ഏർപ്പെട്ടു. ഈ ഭൂമിയിൽ തനിക്കുള്ള സമയം കുറവാണ്, പക്ഷെ അതൊരിക്കലും തന്റെ ഡ്രീം അച്ചീവ് ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്ന് ഉറപ്പിച്ച പോൾ കലാനിധി ഈവൻ ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റിന് വന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടി എഴുതിയിരുന്നു. അങ്ങനെ പബ്ലിഷ് ചെയ്ത ബുക്കാണ് വെൻ ബ്രെത്ത് ബിക്കംസ് എയർ. ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത സമയത്തും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. പോളിന്റെ വൈഫ് ലൂസി കലാനിധിയാണ് ഈ ബുക്കിന്റെ എപ്പിലോഗ് എഴുതിയിരിക്കുന്നത്. പോൾ കലാനിധിയുടെ അവസാന ദിവസമാണ് ഈ എപ്പിലോഗിലുള്ളത്. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. നമുക്ക് അടുത്തറിയാവുന്ന ഒരാളുടെ ലാസ്റ്റ് ദിവസം കൂടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത പോലെയായിരുന്നു. ഈ ബുക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ലെസൺ ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടായേക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നഷ്ടം ഇല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ച് നമുക്കോ നമ്മുടെ കൂടെ ഉള്ളവർക്കോ വിചാരിച്ച പോലെ ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും ബി സ്ട്രോങ് ആൻഡ് ഫേസ് ദ ഫേറ്റ്. ഇതുപോലുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന പോലുള്ള എഫേർട്സ് ഒക്കെ ഇടുക. തനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു ന്യൂറോ സർജൻ ആയിട്ട് ഒരുപാട് നാൾ ജോലി ചെയ്യാൻ പറ്റാതെ മരണത്തിന് ഉടനെ തന്നെ കീഴടങ്ങേണ്ടി വരും എന്ന് അറിഞ്ഞിട്ട് ഒരു ഓഥർ ആവണമെന്ന തന്റെ മറ്റൊരു ആഗ്രഹം നേടിയെടുത്ത പോൾ കലാനിധിയുടെ ജീവിതകഥ നല്ല ഇൻസ്പിറേഷണൽ ആണ്. ബുക്ക് നമ്പർ 3, റണ്ണിംഗ് ലൈക്ക് എ ഗേൾ ബൈ അലക്സാൻഡ്ര ഹെമിൻസ്ലി. യൂഷ്വലി നമ്മൾ ഇങ്ങനെ നല്ലപോലെ ഓടി ഓരോ റണ്ണിംഗ് കോമ്പറ്റീഷൻസ്, മാരത്തോൺസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് he is born to run or she is born to run എന്ന്. ആക്ച്വലി ഇങ്ങനെ born to run എന്ന് വിശേഷിപ്പിക്കാത്ത ആളുകൾ ഓടാറില്ല.
ചെയ്യാറില്ലേ? ചെറുപ്പം മുതൽ തന്നെ ഓട്ടം തുടങ്ങിയാലേ ഇങ്ങനെ റണ്ണർ ആവാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു ആപ്റ്റ് റിപ്ലൈ തരുന്ന ഒരു ബുക്കാണ് റണ്ണിംഗ് ലൈക്ക് എ ഗേൾ. ഇത് അലക്സാണ്ടർ ഹെമിൻസ്ലിയുടെ മെമ്മോയർ ആണ്. അലക്സാണ്ടറുടെ അച്ഛൻ ഒരു മാരത്തോൺ റണ്ണർ ആയിരുന്നു, ഒരുപാട് മാരത്തോൺസ് ഓടിയിട്ടുണ്ട്. അതുപോലെ ബ്രദറും റണ്ണർ ആണ്. അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള അലക്സാണ്ടർക്ക് റണ്ണിംഗ് എന്ന കാര്യം വളരെ ദൂരത്തായിരുന്നു. സ്കൂളിലോ കോളേജിലോ ഒന്ന് പഠിക്കുമ്പോഴും ചെറിയൊരു റണ്ണിംഗ് കോമ്പറ്റീഷന് പോലും പങ്കെടുത്തിരുന്നില്ല അലക്സാണ്ടർ. റണ്ണിങ്ങിനെ കുറിച്ച് അധികം ബോധർ ചെയ്യാതെ പോയിരുന്ന തന്റെ ലൈഫിൽ അലക്സാണ്ടർ റണ്ണിംഗ് കൊണ്ടുവന്നത് തന്റെ 30s-ലാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് റൺ ചെയ്യണമെന്ന് തീരുമാനിച്ച അലക്സാണ്ടർ ആദ്യമായി റൺ ചെയ്തപ്പോൾ ഫേസ് ചെയ്ത മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രഗിൾസ്, അത് ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, ബിഗിനർ റണ്ണേഴ്സ് ചെയ്യാറുള്ള മിസ്റ്റേക്സ്, ഇതൊക്കെയാണ് ഈ ബുക്കിൽ ഉള്ളത്. അങ്ങനെ ചെറുപ്പത്തിൽ തീരെ ഓടാതിരുന്ന ആള് 30 വയസ്സിന് ശേഷം ഓടിത്തുടങ്ങി. അത് മാത്രമല്ല മാരത്തോൺസിലും പങ്കെടുക്കാൻ തുടങ്ങി. അലക്സാണ്ടറുടെ ഫസ്റ്റ് മാരത്തോണിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഈ ബുക്കിലൂടെ വായിച്ചറിഞ്ഞത് നല്ല ഇൻസ്പിറേഷണൽ ആയിരുന്നു. ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി എന്റെ ലൈഫിലെ എക്സ്പീരിയൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഈ ഓഥറിനെ പോലെ ഞാനും എന്റെ 30s-ലാണ് റണ്ണിംഗ് സ്റ്റാർട്ട് ചെയ്തത്. റൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഇൻസ്പിറേഷണൽ ആണ് ഈ ഒരു ബുക്ക്, എസ്പെഷ്യലി ലേഡീസിന്. ബിക്കോസ് ഇതിൽ ഓഥർ ഒരു ഗേൾ ആയിട്ട് താൻ എക്സ്പീരിയൻസ് ചെയ്ത മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹേർഡിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ബുക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ലെസൺ ആണ്, ഐ ആം ബോൺ ടു ഡു ദിസ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. അതുപോലെ തന്നെയാണ് ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു ഡു എനിത്തിങ്. ചെറുപ്പത്തിൽ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് കുറച്ച് വയസ്സായതിനു ശേഷമായിരിക്കും ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നത്. ഇത്ര വയസ്സായി, അത് മാത്രമല്ല എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഐ ആം നോട്ട് ബോൺ ടു ഡു ദിസ് എന്ന് വിചാരിച്ചിരിക്കാതെ ഐ ക്യാൻ ഡു ദിസ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ചെയ്തു തുടങ്ങുക. നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ 3 ബുക്സാണ് ഞാൻ 2023 വായിച്ച എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഇൻസ്പിറേഷണൽ മെമ്മോയർസ്. നിങ്ങളെ ഇത് വായിച്ചു നോക്കുക. ബുക്കിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത മറ്റ് മെമ്മോയർസ്, ബയോഗ്രഫീസ്, ഓട്ടോബയോഗ്രഫീസ് ഒക്കെ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ധാരാളം ബുക്സ് വായിക്കുക. ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.